പേര് അജിത, 21 വയസ്സാണ് പ്രായം. പാലക്കാട് ജില്ലയിലെ കൊടുമ്പ് പഞ്ചായത്തിൽ 5-ാം വാർഡിൽ UDF സ്ഥാനാർത്ഥി. അതെ, തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള ഏറ്റവും കുറഞ്ഞ പ്രായം. പാർട്ടിയിൽ ഉൾപ്പെട്ട ഏട്ടന്മാരാണ് പറഞ്ഞത്, എന്റെ പേര് പറഞ്ഞത്. പിന്നെ അച്ഛനും പറഞ്ഞു, പിന്നെ മാമൻ എല്ലാവരും പറഞ്ഞ ശേഷമാണ് ഞാൻ ഈ പാർട്ടിക്ക് വന്നത്. എലപ്പുള്ളി സർക്കാർ സ്കൂളിൽ +2 പൂർത്തിയാക്കിയതിനു പിന്നാലെ പഠനം പാതി വഴിയിൽ ഉപേക്ഷിച്ചിരിക്കുകയാണ്. നാളിന്ന് വരെ ഒരു വിദ്യാർത്ഥി സംഘടനയിൽ പോലും പ്രവർത്തിച്ചിട്ടില്ല. പഞ്ചായത്ത് രൂപീകരിച്ചതിന് ഇപ്പുറം വാർഡ് ഇടതിന്റെ ഇളകാത്ത കോട്ടയാണ്. ഇക്കുറി വാർഡ് സ്ത്രീ സംവരണത്തിൽ ഉൾപ്പെട്ടപ്പോഴാണ് അജിതയെ നിർത്താനുള്ള മുന്നണിയുടെ തീരുമാനം. രാഷ്ട്രീയത്തിനോട് യാതൊരു താല്പര്യവും ഇല്ലാതിരുന്ന അജിത ഒടുവിൽ തെരഞ്ഞെടുപ്പിനെ നേരിട്ടുകൊണ്ട് കളത്തിലിറങ്ങാൻ തീരുമാനിച്ചു. കാലങ്ങളായി നാട്ടുകാർ അനുഭവിക്കുന്ന കുടിവെള്ള പ്രശ്നത്തിന് പരിഹാരം, ഉപയോഗശൂന്യമായി കിടക്കുന്ന റോഡുകളുടെ നവീകരണം എന്നിവയാണ് മെമ്പറായി കഴിഞ്ഞാൽ അജിത ആദ്യം ചെയ്യാനായി ഉദ്ദേശിക്കുന്നത്. പിയത്തറ എന്ന ഞങ്ങളുടെ കൊച്ചു ഗ്രാമമാണ് പിയത്തറയില്. അവിടെ പ്രസിഡന്റിന്റെ സ്ഥാനാർത്ഥിയായിട്ട് നിന്നിട്ടും അവിടെ തെരുവ് വഴികളൊന്നുമില്ല, സ്ട്രീറ്റ് ലൈറ്റ് ഒന്നുമില്ല. പിന്നെ സ്ത്രീകൾക്കും കുട്ടികൾക്കൊന്നും അധികം പോകാൻ പറ്റാത്ത വഴികളൊക്കെ ഉണ്ട്. അവിടെയൊക്കെ ഒന്ന് ശരിയാക്കണം. പിന്നെ കുടിവെള്ളം കിട്ടാത്ത അവിടെയും ശരിയാക്കണം. വേനൽക്കാലമായി ഇവിടെ കുടിവെള്ളം പ്രശ്നമാണ്. ലോഡിംഗ് തൊഴിലാളിയായ അച്ഛൻ കൃഷ്ണൻകുട്ടിയും അമ്മ ഓമനയും മകളുടെ സ്ഥാനാർത്ഥിത്വത്തിന്റെ അമ്പരപ്പിലും സന്തോഷത്തിലുമാണ്. മകൾ ഇതുവരെയും ഏത് പാർട്ടിയിലും നിന്നിട്ടില്ല. ഇത് ആദ്യമായിട്ടാണ് മോള് നിൽക്കുന്നത്. നമ്മ പറഞ്ഞപ്പോ കുട്ടി നിൽക്കാ പറഞ്ഞു, അത്രേ ഉള്ളൂ. കോഴിക്കോട് നിന്നും ആലത്തൂരെത്തി ഇടതിന്റെ കോട്ട തകർത്ത രമ്യ ഹരിദാസ് എംപിയാണ് അജിത സ്വയം വഴികാട്ടിയായി കണക്കാക്കുന്നത്. കുടുംബം സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നതിനാൽ തന്നെ യൂത്ത് കോൺഗ്രസ് ആണ് അജിതയുടെ തെരഞ്ഞെടുപ്പ് ചെലവ് പൂർണ്ണമായും വഹിക്കുക. വിജയത്തിന് ചുക്കാൻ പിടിക്കാൻ പ്രവർത്തകർ ഒപ്പം തന്നെയുണ്ട്. കൊടുമ്പ് പഞ്ചായത്തിൽ തന്നെ യൂത്ത് കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് മത്സരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പാലക്കാട് ജില്ലയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ സ്ഥാനാർത്ഥിയായിട്ട് അജിതയും മത്സരിക്കുന്നുണ്ട്. അജിത തീർച്ചയായും ജയിച്ചു വരും എന്നുള്ള ഒരു വിശ്വാസം തന്നെയാണ് യൂത്ത് കോൺഗ്രസിനുള്ളത്. തോറ്റാലും ജയിച്ചാലും തെരഞ്ഞെടുപ്പ് രംഗത്ത് യുവത്വത്തിന്റെ ഈ അടയാളപ്പെടുത്തലുകൾ രാഷ്ട്രീയ കേരളത്തിന് വലിയ പ്രതീക്ഷയാണ്. ക്യാമറമാൻ വിനു സിക്കൊപ്പം അക്ഷയ ദാമോദരൻ, റിപ്പോർട്ടർ, പാലക്കാട്.